ഹായ് കൂട്ടുകാരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എങ്ങനെ തുടങ്ങുന്നു എന്നതാണ് ഒരു ദിവസത്തിൻ്റെ ഗുണനിലവാരം തീരുമാനിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അച്ചടക്കമുള്ള ജനസമൂഹങ്ങളിൽ ഒന്നാണ് ജപ്പാൻകാർ. അവരുടെ വീടുകളും നഗരങ്ങളും ജോലി സംസ്കാരവും പോലെ തന്നെ അവരുടെ പ്രഭാത ദിനചര്യയും വളരെ ക്രമബന്ധിതമാണ്. അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ സ്ക്രോൾ ചെയ്ത് സമയം കളയാറില്ല. പകരം ശരീരത്തിനും മനസ്സിനും ഉണർവ് നൽകുന്ന ചെറിയ ശീലങ്ങളാണ് അവർ പിന്തുടർന്നു വരുന്നത്. ഇന്ന് ജപ്പാൻകാരുടെ 5 മികച്ച മോർണിംഗ് ഹാബിറ്റ്സ് പരിചയപ്പെടാം. നിങ്ങളുടെ ജീവിതത്തിലും ഉൾപ്പെടുത്തിയാൽ ദിവസം കൂടുതൽ ഉന്മേഷത്തോടെയും ക്രമത്തോടെയും തുടങ്ങാനായിട്ട് സഹായിക്കും. ഒരു നല്ല ദിവസം തുടങ്ങുന്നത് രാവിലെ എങ്ങനെ എഴുന്നേൽക്കുന്നു എന്നതിൽ നിന്നാണ്. ജപ്പാൻകാരുടെ ജീവിതശൈലി പഠിച്ചാൽ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യമാണ് അവർ സമയത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു എന്നത്. അതുകൊണ്ട് തന്നെ പലരും രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. എല്ലാവരും ഒരേ സമയത്ത് എഴുന്നേൽക്കണമെന്നില്ല, പക്ഷേ ദിവസവും ഒരു സ്ഥിരമായ സമയത്ത് എഴുന്നേൽക്കുക എന്നത് അവർ പാലിക്കുന്ന പ്രധാന ശീലമാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ ചുറ്റുപാടുകൾ ശാന്തമായിരിക്കും. വാഹനങ്ങളുടെ ശബ്ദമോ തിരക്കോ കുറവായിരിക്കും. ഈ സമയം മനസ്സിനെ ശാന്തമാക്കാനും ദിവസത്തെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും വളരെ അനുയോജ്യമാണ്. പലർക്കും രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. അലാറം ഓഫ് ചെയ്ത് വീണ്ടും ഉറങ്ങും. പിന്നീട് വൈകി എഴുന്നേറ്റ് പ്രഭാത ഭക്ഷണം പോലും ശരിയായി കഴിക്കാതെ ജോലിക്ക് ഓടും. ഇങ്ങനെ ദിവസം തുടങ്ങുമ്പോൾ മുഴുവൻ ദിവസവും സമ്മർദ്ദം അനുഭവപ്പെടും. പക്ഷേ 30 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാൻ കഴിഞ്ഞാലോ? പ്രാർത്ഥിക്കാം, കുറച്ച് നടക്കാം, വെള്ളം കുടിക്കാം, കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാം. നേരത്തെ എഴുന്നേൽക്കുക എന്നത് രാത്രി ഉറക്കം കുറയുക എന്നല്ല. മതിയായ ഉറക്കം ലഭിച്ച ശേഷമാണ് നേരത്തെ എഴുന്നേൽക്കേണ്ടത്. അതിനായി രാത്രിയിൽ സമയത്തിന് ഉറങ്ങുന്നതും അത്ര തന്നെ പ്രാധാന്യമാണ്. ഒരു ദിവസം കൊണ്ട് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാൻ ശ്രമിക്കേണ്ടതില്ല. ഇപ്പോൾ 7 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യം 6:45 എഴുന്നേൽക്കുക, പിന്നീട് 6:30, അങ്ങനെ 15 മിനിറ്റ് വീതം സമയം മാറ്റിയാൽ ശരീരത്തിന് എളുപ്പത്തിൽ പുതിയ ശീലം സ്വീകരിക്കാനായിട്ട് കഴിയും. ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ദിവസത്തിൻ്റെ ഗുണനിലവാരം തന്നെ മാറ്റാൻ കഴിയും. രണ്ടാമതായി, നമ്മളിൽ പലരും രാവിലെ എഴുന്നേറ്റ ഉടനെ നേരെ ബാത്റൂമിലേക്കോ ഫോണിലേക്കോ പോകും. കിടക്ക അതേപടി അലങ്കോലമായിട്ട് കിടക്കും. വൈകിട്ട് വീണ്ടും കിടക്കാനല്ലേ പോകുന്നത് എന്ന ചിന്തയായിരിക്കും പലർക്കും. പക്ഷേ ജപ്പാൻകാരുടെ ജീവിതശൈലിയിൽ ഇതൊരു പ്രധാന ശീലമാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ അവർ ആദ്യം ചെയ്യുന്നത് കിടക്ക വൃത്തിയായി ഒതുക്കുകയാണ്. ഇത് വെറും വൃത്തിക്ക് വേണ്ടിയല്ല, മനസ്സിനെ ക്രമപ്പെടുത്താൻ വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ചെറിയ ജോലി പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് ഒരു വിജയബോധം ലഭിക്കും. ഇന്നത്തെ ആദ്യ ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന തോന്നൽ ഉണ്ടാകും. ഈ ചെറിയ വിജയം പിന്നീട് ചെയ്യുന്ന ജോലികളിലും ഉത്സാഹം നൽകും. കിടക്ക ഒതുക്കാനായിട്ട് വെറും ഒരു 2 മിനിറ്റ് മതി. പക്ഷേ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് നമുക്ക് ദിവസം മുഴുവനും അനുഭവപ്പെടും. നിങ്ങൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വൃത്തിയായിട്ട് ഒതുക്കിയ കിടക്ക കാണുന്നത് മനസ്സിന് ഒരു നല്ല ശാന്തത നൽകും. ജപ്പാനിൽ വീടുകൾ പൊതുവെ ചെറിയവയാണ്. അതിനാൽ ഓരോ ഭാഗവും വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കും. ചെറിയ വീടാണെങ്കിലും അതിനെ എങ്ങനെ മനോഹരമായിട്ട് പരിപാലിക്കാം എന്നതാണ് അവർ ജീവിതശൈലിയിലൂടെ കാണിച്ചു തരുന്നത്. കിടക്ക ഒതുക്കുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ: പുതപ്പ് നന്നായിട്ട് വിരിക്കുക, തലയണ ശരിയായ സ്ഥാനത്ത് വയ്ക്കുക, കിടക്കയ്ക്ക് ചുറ്റുമുള്ള ചെറിയ സാധനങ്ങൾ എടുത്ത് അതാത് സ്ഥലത്ത് വയ്ക്കുക, ബെഡ്റൂമിൻ്റെ ജനൽ തുറന്ന് കുറച്ച് ശുദ്ധവായു അകത്തേക്ക് കിടക്കാനായിട്ട് അനുവദിക്കുക. ഈ ശീലങ്ങൾ കുട്ടികളെയും പഠിപ്പിക്കാം. ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം കിടക്ക സ്വയമായിട്ട് ഒതുക്കാൻ പഠിക്കുന്ന കുട്ടികളിൽ ഉത്തരവാദിത്വ ബോധം വളരും. മൂന്നാമതായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ജനൽ തുറന്ന് ശുദ്ധവായു സ്വീകരിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ ജപ്പാൻകാരിൽ പലരും ചെയ്യുന്ന ഒരു ലളിതമായ ശീലമാണ് വീട്ടിലെ ജനലുകൾ തുറക്കുക. രാവിലെ ജനൽ തുറക്കുമ്പോൾ ശുദ്ധവായുവും പ്രകൃതിയുടെ തണുത്ത കാറ്റും അകത്തേക്ക് വരുന്നു.
ഇത് വീടിനും മനസ്സിനും ഒരു പുതുമ നൽകുന്നു. ജപ്പാനിലെ വീടിൻ്റെ വൃത്തിക്ക് മാത്രമല്ല, വീട്ടിലെ അന്തരീക്ഷത്തിനും വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അവർ ദിവസവും കുറച്ച് സമയം വീട്ടിൽ ശുദ്ധവായു കയറാൻ അനുവദിക്കുന്നത്. ജനൽ തുറക്കുന്നതിലൂടെ ലഭിക്കുന്ന ചില ഗുണങ്ങളാണ്: വീടിനുള്ളിൽ ദുർഗന്ധം കുറയും, ഈർപ്പം കുറയാനായിട്ട് സഹായിക്കും, വായുസഞ്ചാരം മെച്ചപ്പെടും. ഇന്ന് പലരും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഫോൺ നോക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിന് പകരം ആദ്യം ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കൂ, ആകാശം കാണൂ, കുറച്ച് ആഴത്തിൽ ശ്വാസം എടുക്കുക. ഈ ചെറിയ ശീലം പോലും മനസ്സിനെ ശാന്തമാക്കാനായിട്ട് സഹായിക്കും. ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം, ചെറിയ പ്രാർത്ഥന നടത്താം, നന്ദി പറയാം, ദിവസത്തെ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം. അപ്പം ഇങ്ങനെ ഒരു ദിവസം നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കൂടുതൽ പോസിറ്റീവായിട്ട് അനുഭവപ്പെടാനായിട്ട് സഹായിക്കും. രാവിലെ എഴുന്നേറ്റ് ഉടനെ ജപ്പാൻകാരിൽ പലരും ചെയ്യുന്ന മറ്റൊരു നല്ല ശീലമാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നത്. നമ്മൾ രാത്രി 7-8 മണിക്കൂർ ഉറങ്ങുമ്പോൾ ആ സമയത്ത് വെള്ളം കുടിക്കാറില്ല. അതിനാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിന് ചെറിയ തോതിൽ ജലാംശത്തിൻ്റെ കുറവുണ്ടാകും. അപ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തെ വീണ്ടും ഉണർത്താനായിട്ട് സഹായിക്കുന്നു. ജപ്പാൻകാരുടെ ജീവിതശൈലിയിൽ ശരീരത്തിന് ആവശ്യമായ ചെറിയ കാര്യങ്ങൾ പോലും അവർ അവഗണിക്കാറില്ല. വെള്ളം കുടിക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, വളരെ വേഗത്തിൽ കുടിക്കാതെ പതുക്കെ കുടിക്കുക, സാധാരണ താപനിലയിലുള്ള വെള്ളമോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളം അത് ഉപയോഗിക്കാം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതിയാക്കും. അപ്പം ഈ ഒരു ശീലം നമുക്ക് ചെയ്യാനായിട്ട് ഒരു എളുപ്പവഴി പറയാം. നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് വെള്ളക്കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ അടച്ച് നമ്മൾ കിടക്കുന്ന കിടക്കയുടെ സമീപത്ത് നമുക്ക് വെക്കാം. രാവിലെ എഴുന്നേറ്റ ഉടനെ അത് കാണുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാനുള്ള ഓർമ്മ വരും. ജപ്പാനിൽ വളരെ പ്രശസ്തമായ ഒരു പ്രഭാത വ്യായാമ രീതിയാണ് റാജിയോ തൈസോ. ഏകദേശം 100 വർഷത്തിലേറെയായിട്ട് പല സ്കൂളുകളിലും ഓഫീസുകളിലും പാർക്കുകളിലും ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ സജീവമാക്കുക എന്നതാണ്, കഠിനമായ വിയർക്കുക എന്നതല്ല. ജപ്പാൻകാരുടെ ചിന്ത ഇങ്ങനെയാണ്: ദിവസം തുടങ്ങുമ്പോഴും നമ്മുടെ ശരീരവും മനസ്സും ഒരുമിച്ച് ഉണരണം. അതുകൊണ്ടാണ് അവർ രാവിലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ വ്യായാമത്തിന് സമയം കണ്ടെത്തുന്നത്. നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ കഴിയുന്നില്ലെങ്കിൽ പോലും നമ്മൾ വിഷമിക്കേണ്ടതില്ല. വീട്ടിൽ തന്നെ ഒരു 5-10 മിനിറ്റ് നേരം കുറച്ച് സമയം നമുക്ക് ചിലവഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ചലനങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പം നിങ്ങൾ കൈകൾ മുകളിലേക്ക് ഉയർത്തി സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക, തോളുകൾ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുക. അപ്പം 5-10 മിനിറ്റ് നേരം വരെ നമ്മളിങ്ങനെ തുടരുക. അപ്പോൾ ഇതിലൂടെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഉന്മേഷമാണ് ലഭിക്കുന്നത്. വ്യായാമം ശരീരത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ മനസ്സിന് നമുക്ക് ഗുണം ചെയ്യും. രാവിലെ ചെറിയ ചെറിയ ചലനങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനുമാണ് കൂടുതൽ പോസിറ്റിവിറ്റി ആക്കുന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ വളരെ കഠിനമായിട്ടുള്ള വ്യായാമം ചെയ്യണമെന്നൊന്നുമില്ല. ഓരോരുത്തരുടെയും ആരോഗ്യവും അല്ലെങ്കിൽ ശരീരശേഷി എന്നിവ വ്യത്യസ്തമായിരിക്കും. അതിനാൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ലളിതമായ വ്യായാമങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഡോക്ടറോടും അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റുണ്ട് അവരോട് ചോദിക്കുക, അവരുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുക. ജപ്പാൻകാരുടെ വിജയത്തിൻ്റെ രഹസ്യം ദിവസവും ചെറിയ ചെറിയ സ്ഥിരമായി ചെയ്യുന്ന ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വ്യായാമങ്ങളിലൂടെയാണ്. അപ്പം ഈ 5 കാര്യങ്ങളും 5 ഹാബിറ്റ്സ്, മോർണിംഗ് ഹാബിറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ മോർണിംഗ് റൊട്ടീനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്